എൻ്റെ മച്ച അതിങ്ങനൊന്നുമല്ല, ഞാൻ വിളിക്കുന്ന പോലല്ല, വേറെ രീതിയിലൊക്കെയാണ് വിളിക്കുന്നത്. അപ്പൊ മച്ചാൻ എന്തായാലും ഇപ്പൊ അകത്താ. തൂക്കി കളമശ്ശേരി പോലീസ് തൂക്കി. ഈ മച്ചാന്റെ ഒരു ഇപ്പൊ വൈറലായിട്ടുള്ള ഒരു പ്രണയത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ഉണ്ട്. അദ്ദേഹം പറയുന്നത് ഈ പ്രണയം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ദിവസം തന്നെ അവർക്ക് പെൺകുട്ടികൾക്ക് തീവ്രമായ പ്രണയമൊന്നുമില്ല, ആദ്യത്തെ ദിവസം തന്നെ സെക്സ് ആണ് ആവശ്യം പെൺകുട്ടികൾക്ക്. അതാണ് പുള്ളി പറയുന്നത്. അത് അവർ പെൺകുട്ടികൾ ഇങ്ങോട്ട് താല്പര്യം. ആ വീഡിയോ ഇപ്പോൾ ഇത് ആയത്തതിന് ശേഷം വൈറലാണല്ലേ. സർവത്ര ഉടായിപ്പാണ് ഇവന്മാര്. മച്ചാൻ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ട് 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. പോക്സോ കേസ് 16 വയസ്സേ ഉള്ളൂ കുട്ടിക്ക്. അതിനെ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടിട്ട് ആ കുട്ടിയെ പിന്നെ ദുരുപയോഗം ചെയ്തിട്ട് ആ കുട്ടിയുടെ സുഹൃത്തിനോട് പറഞ്ഞു. ദുരുപയോഗം ചെയ്ത ശേഷം ഒഴിവാക്കിയപ്പം പിന്നെ ആ കുഞ്ഞിന് ഈ പറയുന്ന പോലെ തട്ടിപ്പ് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ സുഹൃത്തിനോട് പറഞ്ഞ് അതും അതിൻ്റെ സുഹൃത്തും കൂടെ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി പരാതി. പെൺകുട്ടികൾ മെഡിക്കുകളാണ്. ഇദ്ദേഹം ഒരു പറയുന്നുണ്ട്, നല്ല പെൺകുട്ടികൾ നല്ല തന്തയ്ക്ക് പറഞ്ഞ പെൺപിള്ളേർ എന്നൊക്കെ പറയുന്നത്. നല്ല തന്തയ്ക്ക് പറഞ്ഞ കുട്ടി അത് പോയി പരാതി കൊടുത്തു. അത് പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഡിസ്ക്രിപ്ഷൻ എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? എനിക്കറിയാമായിരുന്നു ഒരിക്കൽ നിങ്ങൾ എന്നെ തേടി വരുമെന്ന്. തേടി ചെന്നു പോലീസ്. അദ്ദേഹത്തിന്റെ ഭാവിയും ഭൂതവും വരെ പ്രവചിച്ചിരിക്കുന്നു. വിജയ് മച്ചാൻ വിജയ് ഗോവിന്ദ് എന്നാണ് പേര്. ആലപ്പുഴ മാന്നാർ സ്വദേശിയാണ്. താമസിക്കുന്നത് കളമശ്ശേരിയിലാണ്, ഫ്ലാറ്റിലാണ്. ഇപ്പോൾ ഫ്ലാറ്റിൽ താമസിച്ചിട്ട് ഈ കുട്ടിയെ അവിടേക്ക് പല ദിവസം കൊണ്ടുപോയി. ട്യൂഷൻ എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന കുട്ടിയെ അവിടെ നിന്ന് വിളിച്ച് വണ്ടിയിൽ കയറ്റി റൂമിലെത്തിച്ച് പീഡിപ്പിച്ചു. പലതവണയായി പീഡിപ്പിച്ചു. പിന്നെ ഈ കുട്ടിക്ക് ഈ പറയുന്ന പോലെ ഇത് തട്ടിപ്പ് തിരിച്ചറിഞ്ഞപ്പോൾ അത് കൊണ്ടുപോയി പരാതി കൊടുത്തു. ഈ കുട്ടികൾ തിരിച്ചറിയണമെന്നേ. എന്തിനാണ് ഈ പറയുന്ന പോലെ ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ താരങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടേ? ഈ സോഷ്യൽ മീഡിയ താരങ്ങളുടെ സ്വഭാവത്തെ കുറിച്ചൊന്നും വലിയ ധാരണയില്ലല്ലോ. വീഡിയോ മാത്രം കണ്ടിട്ടുള്ള ആരാധനയാണല്ലേ. ഇപ്പോൾ വലിയ കഥകളല്ലേ സിനിമ എന്നൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. വലിയ കഥകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാധനം, പ്രണയം എന്ന് പറയുന്നത് അത് ആ ഒരു വികാരം വളരെ സത്യമുള്ള ഒരു വികാരമാണ്. ആ വികാരത്തെ നശിപ്പിക്കുന്ന പ്രവണതകളാണ് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവന്നിരിക്കുന്നത്. പ്രായപൂർത്തിയായ ശേഷം നമുക്ക് വേണമെങ്കിൽ ആരുമായിട്ടും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഉഭയസമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധത്തിൽ ആരുമായും ഏർപ്പെടുന്നതിൽ തെറ്റില്ല എന്നാണ് നമ്മുടെ നിയമം പോലും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പറയുന്ന പോലെ ഹോട്ടലുകളിലൊന്നും റെയ്ഡുകളൊന്നും പോലീസ് നടത്താത്തത്. കാരണം പോലീസിന് ഇമ്മോറൽ ട്രാഫിക്കിന് കേസെടുക്കാൻ ഇപ്പോൾ പറ്റില്ല. ഇപ്പോൾ ആ സാധനം എടുക്കാൻ പറ്റില്ല. ഹോട്ടലുകളിലൊന്നും ഈ പറയുന്ന പോലെ ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് മാത്രമേ റെയ്ഡ് പോലീസ് ഇപ്പോൾ നടത്താറുള്ളൂ. പിന്നെ ഈ ഓയോ റൂമുകളിൽ പോലും ഇപ്പോൾ ഈ ചെറിയ കുട്ടികളെ കൊണ്ടു ചെല്ലുന്നുണ്ട്. ഈ ഓയോ റൂമുകൾ വളരെ ഡേഞ്ചറാണ് കേട്ടോ, അപകടകരമാണ്. ഈ ചെറിയ കുട്ടികളെ കൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാലും ഈ പറയുന്ന പോലെ പ്രായം ഒന്നും നോക്കാതെ റൂം കൊടുക്കുക. ആര് ബുക്ക് ചെയ്തു അയാളുടെ ID കാർഡ് മാത്രം മേടിച്ചു കൊടുത്താൽ മതി. അവരുടെ ചെല്ലുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയോയിൽ ബുക്ക് ചെയ്തതാണെന്ന് വെച്ചു, ഓയോന്ന് തന്നെ അവർ ക്യാൻസൽ ചെയ്യിച്ചിട്ട് അവരുടെ പേയ്മെന്റ് മേടിച്ചുകൊണ്ട് റൂം കൊടുക്കുകയാണ്. ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു. അതായത് ഓയോയുടെ ബുക്കിങ്ങുമായിട്ട് ചെന്നെന്ന് വെച്ചു. ഓയോ ബുക്കിംഗ് എടുത്തിട്ട് അവിടെ ചെല്ലുമ്പോൾ അത് അവർ തന്നെ നമ്മളെ കൊണ്ട് ക്യാൻസൽ ചെയ്യിക്കും. ഹോട്ടലുകാർ ക്യാൻസൽ ചെയ്യിച്ചിട്ട് അത് നമ്മളെ കൊണ്ട് ഡയറക്റ്റ് ആക്കിക്കും. അപ്പോൾ ഓയോക്ക് ഇവർക്ക് പൈസ കൊടുക്കേണ്ടി വരില്ല. ഇവരുടെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് അധികം പൈസ മേടിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്ഥിരമായി ഇങ്ങനെ പോകുന്നവർക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ സ്ഥിരമായിട്ട് അവിടെ ബന്ധമാവും. ഈ ഓയോ റൂം ഭയങ്കര ഉടായ്പാണ്. ഭയങ്കര ഉടായ്പാണ്. ഈ ഭീകര ഉടായ്പാണ്. നമ്മുടെ പല കുട്ടികളെയും ഈ പറയുന്ന പോലെ അവിടേക്ക് എത്തിക്കുന്നുണ്ട്. അവിടെ ചെന്ന് പിന്നെ നമ്മുടെ എന്താ പറയുക, ഈ കാസയൊക്കെ ഉണ്ടല്ലോ, കാസയുടെ പിള്ളേരെ ഇറക്കിയിട്ട് പറഞ്ഞ് അവരുടെ പിള്ളേർ നോക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. അവരുടെ പിള്ളേര് ഓയോ റൂമുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. അവിടെ ആര് വരുന്നു പോകുന്നൊക്കെ കാസയൊക്കെ ഇടപെട്ട് ചെയ്യുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ കാസ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അറിയാവുന്ന കുട്ടികളൊക്കെ ഇതുപോലെ കണ്ടു കഴിഞ്ഞാൽ ഫോട്ടോ എടുത്ത് വീട്ടിൽ അയച്ചു കൊടുക്കും. അത് സദാചാരം എന്നൊക്കെ പറഞ്ഞാലും ചില കാര്യങ്ങളിലകത്തൊക്കെ ശരിയാണ്. ഇപ്പോൾ ഈ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെയൊക്കെ റൂമിൽ കൊണ്ടുപോയി ഉപയോഗിക്കുക, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. വേറെ മച്ചാന്മാരുണ്ട്, വേറെത്തനുണ്ട്, അറിയാം മച്ചാന്മാർ വേറെത്തനുണ്ട്. മച്ചാന്മാർ കാരണം തട്ടി നടക്കാൻ പോയി അതിനകത്ത് സർവ്വ മച്ചാന്മാരെയും അല്ല ഇവനുണ്ടല്ലോ. പിന്നെ ഇവൻ പല സ്ത്രീകളെയും ഇവൻ ചെയ്യുന്ന ഇവൻ്റെ കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തിറങ്ങി
നടക്കുമ്പോൾ ഇവൻ്റെ ആദ്യത്തെ കണ്ടന്റുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴാണ് ഇവനെ ശ്രദ്ധിക്കുന്നത് കേട്ടോ. ഈ കേസ് വന്ന ശേഷമാണ് ഞാൻ ഇവനെ ശ്രദ്ധിച്ചത്. അപ്പോൾ ഇവൻ്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തിറങ്ങി നടക്കുക. അപ്പോൾ പെൺകുട്ടികളെ കാണുമ്പോൾ മച്ചാനെ നല്ലൊരു എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ കുറിച്ച് പറയുക, അതിനുശേഷം കുട്ടികളുമായി ബന്ധം സ്ഥാപിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കുറെ പരിപാടിയുണ്ട്. ഇതിന് കുറെ എണ്ണമുണ്ട്. ഇപ്പൊ പ്രാങ്ക് വീഡിയോ പോലൊക്കെ ചെയ്യുന്നവന്മാരുണ്ട്. ചിലവന്മാരെ ഇങ്ങനെ ചെല്ലും കുട്ടികളുടെ അടുത്ത്, ഇങ്ങനെ ചെന്നിടിക്കുക, മുട്ടായി കൊടുക്കുക, മിഠായി നൽകുക. കണ്ടിട്ടുണ്ടോ? ബസ് സ്റ്റോപ്പിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ ചെന്ന് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ അവന്മാരെല്ലാം പിടിച്ച് കേസെടുക്കണം. മരൊന്നും വെറുതെ വിടാൻ പാടില്ല. ചെന്ന് ഇങ്ങനെ ഇടിക്കുക, ഇങ്ങനെ കുട്ടികളെ ചെന്ന് ഇങ്ങനെ ഇടിക്കുക, എന്നിട്ട് മിഠായി കൊടുക്കുക, ചിലപ്പോൾ പൂ കൊടുക്കുക, ചിലപ്പോൾ പിന്നെ എന്താ പറയുക എന്തെങ്കിലും ഒരു സാധനം കൈ കൊടുത്തിട്ട് ഷൂ കെട്ടുന്ന പോലെ നിന്നിട്ട് ഷൂലേസ് കെട്ടുന്ന പോലെ കുരിഞ്ഞങ്ങ് നിൽക്കും. എന്നിട്ട് അത് മേടിച്ചിട്ട് തിരിച്ച് വീണ്ടും. അപ്പോൾ അവൻ കൊടുത്തിരിക്കുന്നത് ഒരു എന്താ പറയാ ഒരു പ്രപ്പോസ് ചെയ്യാനുള്ള ഒരു സാധനമാണ് കൊടുത്തിരിക്കുന്നത്. അത് തിരിച്ചു മേടിച്ചിട്ട് ഞാനും ഓക്കെ ആണെന്ന് പറയാ. ഇങ്ങനെയൊക്കെയാണ് ഉമ്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നേ. അത് കുഞ്ഞു കുട്ടികള്, ഈ ചെറിയ കുട്ടികൾ, അത് നിങ്ങളിത് കാണുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഈ ചെറിയ കുട്ടികളുടെ ഒരു പ്രത്യേകത, അവർ ചെറിയ ചെറിയ കാര്യങ്ങൾ കാണുമ്പോൾ അവർ അതിനോട് അട്രാക്ട് ആവും. അവർക്ക് അട്രാക്ഷൻ ഉണ്ടാവും. പ്രത്യേകിച്ച് ഈ കുട്ടികളുടെ ഇപ്പോഴത്തെ ലോകം എന്ന് പറഞ്ഞാൽ ഈ മൊബൈലാണ്, ഡിജിറ്റൽ ലോകത്താണ് അവർ ജീവിക്കുന്നത്. അതെ 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 അതെ, അത് സത്യമാണ്. നമ്മുടെ കാലത്താണല്ലോ നമ്മള് ക്രിക്കറ്റ് കളിക്കാൻ. നിങ്ങളുടെ കാലത്ത് ഞാൻ ക്രിക്കറ്റ് കളിച്ച കാര്യമാണ്. എന്നിട്ട് അങ്ങനെ വേറൊരു മച്ചാനുണ്ട് കേട്ടോ, കടൽ മച്ചാൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. കടൽ മച്ചാൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അപ്പോൾ ഇയാളുടെ ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇയാൾ കടലിന്റെ അടുത്താണ് താമസിക്കുന്നത്, അഴീക്കലുകാരനാണ്. അപ്പോൾ ഇവന്റെ പരിപാടി, ഇവൻ കടലിൽ ഇന്ന് വരെ ഇവൻ പണിയെടുത്തിട്ടില്ല. ഇവൻ ചുമ്മാ നടന്ന് ഇങ്ങനെ കുറെ തപ്പി നടന്ന് കുറെ വീഡിയോസ് എടുത്ത് ഇവൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ഇവൻ കടലിൽ പോയിട്ടുള്ളത്. അപ്പൊ ഞാനുണ്ടല്ലോ ഒരു ദിവസം ഞാൻ ഇവനെ എടുത്തങ്ങ് ഏറി കയറ്റി. ഞാൻ ഇരുന്ന് ഇവന്റെ ഉടായിപ്പ് എനിക്ക് അറിയായിരുന്നു. ഇവന്റെ സർവത്ര ഉടായി പറഞ്ഞു. ഞാൻ പിന്നെ അനങ്ങാതിരുന്ന ഇവൻ എന്തെങ്കിലും കാണിക്കട്ടെ, ആരെങ്കിലും കാണുന്നെങ്കിൽ കണ്ടിട്ട് പോട്ടെ, നമ്മുടെ ഇതല്ലല്ലോ എന്ന് വിചാരിച്ചു. ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്തുണ്ടല്ലോ ഇവൻ ആ അടൂരത്തെ ഒരു ഉടായിപ്പ് ടീമുണ്ട് കേട്ടോ. അറിയാമോ? ഇനി ഭയങ്കര ഉടായിപ്പാണ്. ഒരു തുണി കച്ചവടം. അവിടെ വരുന്ന കുട്ടികളെയൊക്കെ ഉപദ്രവിക്കുക, ഭീഷണിപ്പെടുത്തുക, ഇതൊക്കെയാണ്. അച്ചു സിബി രണ്ടിന്റെയും പരിപാടി ഇതാണ്. ആളുകൾ കുട്ടികളെ വരട്ട് ഭീഷണിപ്പെടുത്തുക, അവരുടെ പിന്നെ എന്താ പറയുക അവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് ഇത് അവർക്ക് ജോലി ചെയ്യുന്നതിന് നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കേണ്ട അവസ്ഥയാണ് അവിടെ. അങ്ങനെ പൊക്കോണ്ടിരിക്കുന്നതിനകത്ത് ഇവൻ കയറി, അവരൊരു കേസായപ്പോഴത്തേക്ക് ഒരു പരാതി ഉയർന്നു വന്നപ്പോൾ ഇവൻ കയറി അതിനകത്ത് ഇടപെട്ടു. അപ്പൊ ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവന്റെ കഥ മൊത്തം വലിച്ച് വെളിയിലിട്ട് കൊടുത്തു. അപ്പൊ ഇവൻ ഞാൻ അതിനകത്ത് കടൽ കൊമ്പൻ എന്ന് പറഞ്ഞ ഒരു കുട്ടിയാണ്. കടൽ കൊമ്പൻ എന്ന് പറയുന്നത് എതിരാളിയായിട്ട് വന്നതാ. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു ഈ കുട്ടി പിന്നെ ശരിക്കും അവൻ കടലിൽ പണിയെടുക്കുന്നവനാ. ഇപ്പൊ ഇവനെ പിടിച്ച് പിന്നെ ഇങ്ങനെ ഞാൻ പറഞ്ഞു ഈ കുട്ടി കറക്റ്റാണ്, ഈ കുട്ടി കറക്റ്റ് ആണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഇവന്മാർ രണ്ടും ഒന്നായി. കാര്യം മറ്റവന് മനസ്സിലായി, അപകടം മനസ്സിലായി. ഇവനെ വെട്ടിക്കൊണ്ട് മറ്റവൻ കയറി പോകുമെന്ന് മനസ്സിലായി. അപ്പോ എന്ന് വെച്ചാൽ ആ കുട്ടി ഇവൻ പോയി ആ കുട്ടിയെ വിളിച്ചു വരുത്തി വീഡിയോ ചെയ്തിരിക്കുന്നു, ഒരുമിച്ച് വീഡിയോ ചെയ്തിരിക്കുന്നു. എന്നിട്ട് വയനാട്ടിൽ സാധനമൊക്കെ കെട്ടി അവൻ വയനാട്ടിൽ പോയി ചെയ്തിട്ട് അവൻ ദുരിതാശ്വാസ ക്യാമ്പിൽ അവൻ കണ്ട കാഴ്ച പ്രത്യേക ഇത്. എടാ മോനെ, നീ ശ്രദ്ധിച്ചോ, നീ ഇങ്ങനെയൊന്നും നമ്മൾ നിന്നെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അവൻ സർവത്ര ഉടായിപ്പ് അവൻ സർവത്രമായിട്ട് അവൻ കള്ളത്തരം പറഞ്ഞ് ആളുകളെ പറ്റിച്ച് അവനിപ്പോ എന്താ ഒത്തുതീർപ്പാക്കിക്കൊണ്ടിരിക്കുക. ഒത്തുതീർപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ കേസുകളും ഒത്തുതീർപ്പാക്കുക. പിന്നെ പ്രമോഷൻ പരിപാടികൾ അതൊന്നും നമുക്ക് പ്രശ്നമല്ല, അതെല്ലാം നടത്തിക്കോട്ടെ. പക്ഷെ സ്വർണ്ണക്കടത്തിൽ നിന്റെ പേര് അറിഞ്ഞു കഴിഞ്ഞാൽ, അതിലേക്ക് പോയി കഴിഞ്ഞാൽ നിന്നെ നമ്മൾ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. സ്വർണ്ണക്കടത്ത് എന്നുള്ളൊരു സാധനം നിന്റെ പേരിൽ വന്നു കഴിഞ്ഞാൽ, കാരണം ചില സൈഡിൽ നിന്നൊക്കെ ചില കാര്യങ്ങൾ കയറി വരുന്നുണ്ട്, വരട്ടെ, കുറച്ചുകൂടെ കഴിയട്ടെ, സമയമെടുക്കും, ഇങ്ങ് വഞ്ചി കരയ്ക്ക് അടിക്കട്ടെ. അങ്ങനെ ഈ സർവത്ര മച്ചാന്മാർ നമ്മൾ പറയുന്നത്, ഈ കുട്ടികളോട് നമ്മൾ പറയുന്ന ഒരു സാധനം, ഈ ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ള ഡിജിറ്റൽ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾക്ക് അതിൽ നിന്ന് ഇനിയൊരു മോചനമില്ല. അതിൽ നിന്ന് നമുക്കിനി മോചനമില്ല. അതിൽ മാത്രമേ നമുക്ക് അതിനൊപ്പം ഒഴുകാനേ പറ്റുള്ളൂ. നമ്മൾ അതിലാണ്, അതിനുള്ളിൽ കിടക്കുകയാണ്. നമുക്കിനി അതിൽ നിന്ന് മോചനം എന്ന് പറയുന്ന സാധനമില്ല. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അത് തെറ്റായൊരു സാധനവുമല്ല, അഡ്വാൻസ്. നമ്മളെല്ലാ കാലത്തും എന്താ പറയുക, ഇങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കും എല്ലാ കാര്യങ്ങളും. നമ്മൾ ഓരോ ദിവസവും കഴിയും തോറും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത് മാറ്റമായി തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കും. മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണ്, മറ്റൊന്നിനും ഇല്ല എന്ന് പറയുമല്ലോ. മാറ്റമില്ല എന്ന് പറയുന്നത് മാറ്റത്തിന് മാത്രമാണ്. അപ്പം നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ കുട്ടികൾ ശ്രദ്ധിക്കണം. സ്കൂളുകളിൽ ഇവൻ തന്നെ പറയുന്നുണ്ട്, ഇവൻ ചൂരൽമലയൊക്കെ കൊണ്ട് ഇത് കൊടുത്തിട്ടുണ്ട്. ആ ചൂരൽമലയൊക്കെ സഹായം എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾക്ക് സഹായം കൊടുക്കും. ആ കുട്ടികൾക്ക് സഹായം. ഇതെന്താ ചെയ്യില്ല, ഇവന്മാർ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും പ്രൊമോഷനാണ് ഇവന്മാരുടെ. അവന്മാർക്ക് കിട്ടുന്നതിൽ ഒരു കുഞ്ഞു വിഹിതം എടുത്ത് ഇതുപോലെ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ബാക്കിയുള്ളവർ കണ്ണടയ്ക്കും. നമ്മൾ അവന്മാരെ പിന്നെ ഒന്നും പറയാൻ പോവില്ല. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ എന്ത് കൊടുത്തു എന്നൊരു ചോദ്യം വരും. ചേട്ടാ ഞാൻ കൊടുത്തിട്ടുണ്ട്, എനിക്ക് ചെറിയ സാലറി കിട്ടുന്നതിൽ നിന്ന് ഞാനൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. നമുക്ക് കിട്ടുന്നില്ല കൊടുക്കാൻ പറ്റുള്ളൂ. യുവന്മാർക്ക് കോടികളും ലക്ഷങ്ങളും കിട്ടുമ്പോൾ അവന്മാർക്ക് വലിയ രീതിയിൽ പ്രൊമോഷൻ ചെയ്യാൻ പറ്റും. അവിടെ മറ്റവൻ ചെയ്ത പരിപാടി എന്നറിയാമോ, അവൻ്റെ കടയിലെ ഒരു ദിവസത്തെ പിന്നെ ഇതെടുത്തിട്ട് ഈ കടൽ മച്ചാൻ അത് എടുത്ത് അവിടെ കൊടുക്കുന്നു. അപ്പോൾ പിന്നെ അവന്മാർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, പോകുന്ന വഴിയൊക്കെ ഞങ്ങൾ പോകുന്ന റൂട്ട് പറഞ്ഞു, അപ്പോൾ ഞങ്ങൾ ശേഖരിച്ച് അവിടെ കൊണ്ട് കൊടുക്കാം. ചേട്ടാ അവിടെ ചുരം കയറി കഴിഞ്ഞാൽ ബ്ലോക്ക് ആവും. ചുരം കയറി കഴിഞ്ഞാൽ എല്ലാ വാഹനങ്ങളും കൂടെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ബ്ലോക്ക് ആവും, അറിയാമല്ലോ. അല്ലെങ്കിൽ തന്നെ വയനാട് ചുരം കയറാൻ പാടാണ്. സാധാരണ ഒരു എന്താ പറയുക, ഹോളിഡേയ്സ് ആണെങ്കിൽ പോലും അവിടെ ബ്ലോക്കാണ്. പോയിട്ടില്ലേ? ബ്ലോക്കാണ്, അവിടെ എപ്പോഴും ബ്ലോക്കാണ്. അത്രയും പ്രശ്നം നടക്കുമ്പോൾ ഇവൻ അവിടെ പോയിരിക്കുന്നു ഈ സാധനമായിട്ട്. അവന് കോഴിക്കോട് കളക്ടറേറ്റ് കൊണ്ടേ കൊടുത്താൽ മതി. കോഴിക്കോട് കളക്ടറേറ്റിന്റെ കേന്ദ്രമുണ്ട്. അവൻ വയനാട്ടിൽ പോയിട്ട് വയനാട്ടിൽ ചെന്ന് അവൻ ക്യാമ്പിൽ കണ്ട കാഴ്ച നീ പറയണ്ട. നമ്മൾക്കറിയാം വയനാട്ടിലെ ക്യാമ്പിൽ എന്താണ് കാഴ്ചയെന്ന്. നമ്മൾക്ക് നന്നായി അറിയാവുന്ന കാര്യങ്ങളാണ് അതൊക്കെ. മച്ചാന്മാരുടെ ഈ സംഭവങ്ങൾ അവസാനിക്കത്തില്ല. ഇനിയും മച്ചാന്മാർ വരും, ഇനിയും മച്ചാന്മാർ വരും. ഞാൻ പറയുന്ന ഒരു കാര്യം അല്ല, അത് ഒരു പ്രധാനപ്പെട്ട കാര്യം സ്കൂളിൽ അടിയന്തരമായി സ്കൂളുകളിൽ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കണം. ഏറ്റവും ലൈംഗിക വിദ്യാഭ്യാസം ഏറ്റവും അടിയന്തരമായി കുട്ടികൾക്ക് കൊടുക്കണം. എന്താണ് ലൈംഗികത, എന്താണ് ലൈംഗിക വിദ്യാഭ്യാസം, അത് ലൈംഗികത എന്താണ് എന്ന് വിദ്യാഭ്യാസത്തിലൂടെ പറഞ്ഞു കൊടുക്കണം, കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇല്ലെങ്കിൽ അവരതിനെ തേടിപ്പോകും. അവരതിനെ തേടിപ്പോയി കഴിഞ്ഞാൽ സംഭവിക്കുക വലിയ അപകടമായി. ഇതുപോലെയുള്ള ആളുകളുടെ കയ്യിൽ പോയി ചാടിക്കൊടുക്കും. പരുന്തിൻകാലിൽ പോവുക എന്ന് പറഞ്ഞൊരു പ്രയോഗമുണ്ട് മലയാളത്തിൽ. ഇത്തരം ഇവന്മാർ പരുന്തല്ല, കഴുകന്മാരാണ്. ഇവന്മാരുടെ കാലിൽ ചെന്ന് കുഞ്ഞുങ്ങൾ തൂങ്ങാൻ പാടില്ല. അതുകൊണ്ട് എത്രയും വേഗം സ്കൂളുകളിൽ ഇത് നടപ്പാക്കുക. ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഇത് തേടും. കുഞ്ഞുങ്ങളുടെ കയ്യിൽ ഫോണുണ്ട്. ഫോൺ എടുത്തു വെച്ച് ഗൂഗിളിനകത്ത് തന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പോൺ വീഡിയോസ് വരും. പോൺ വീഡിയോസ് കുഞ്ഞുങ്ങൾ കാണും. പോൺ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ അവർ സെക്സിനെ തെറ്റായി ധരിക്കും. അപ്പോൾ അവർക്ക് അതെന്താണെന്ന് അറിയാനുള്ള ഒരു വ്യഗ്രത അതുണ്ടാകും. അതുകൊണ്ട് സ്കൂളുകളിലും വീടുകളിലും കുഞ്ഞുങ്ങൾക്ക് ആദ്യം അമ്മമാരാണ് ഇത് പറഞ്ഞു കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ അധ്യാപകരും പറഞ്ഞു കൊടുക്കണം. ശരി.